നമുക്ക് നിഖിൽ പ്രമേഷിലേക്കാണ് പോകേണ്ടത്. നമ്മൾ വീണ്ടും പാലക്കാട്ടേക്ക് പോകുന്നു. അവിടെ നിഖിൽ പ്രമേഷ് ഉണ്ട്. ഒലവക്കോടാണ്. അത് UDFന്റെ ഒരു ക്യാമ്പിലാണ് നിഖിൽ പ്രമേഷ് ഉള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ നമുക്ക് ഉറപ്പായും അവിടെ പാട്ടും മാത്രമല്ല ഒരു വലിയ സംഘമുണ്ട് നിഖിലിനൊപ്പം. നിഖിൽ, എന്താണ് UDF ക്യാമ്പിലെ ആവേശ കാഴ്ചകൾ? വിജയകുമാർ, വലിയ ആവേശമാണ് തീർച്ചയായിട്ടും. എനിക്കിപ്പോ ഈ UDF ക്യാമ്പിൽ വലിയ ആവേശം, ഞാൻ നേരത്തെയൊക്കെ പറഞ്ഞിരുന്നു, ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു ആവേശം UDF ക്യാമ്പിൽ കാണാൻ കഴിയുന്നുണ്ട്. മുൻപുള്ള തെരഞ്ഞെടുപ്പ് കാലത്തൊന്നും തന്നെ അവർ കാണിച്ചിട്ടില്ലാത്ത വലിയ ആവേശം നമുക്കിപ്പോൾ ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. BRM ഒക്കെ ഉണ്ട്. BRMനെ നമുക്ക് ഇവിടേക്ക് വിളിക്കാം. ഇന്നിപ്പോൾ നേതാക്കൾ എല്ലാവരും തന്നെ ഇവിടെ ഉണ്ടായിരുന്നു. അവരുടെ എല്ലാവരും സാന്നിധ്യം ഇവിടെ ഉണ്ടായിരുന്നു. ഇന്ന് കാണാൻ പറ്റിയൊരു പ്രധാനപ്പെട്ട കാഴ്ച എന്നുള്ളത് കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ, അതായത് സാധാരണക്കാരായിട്ടുള്ള പ്രവർത്തകരടക്കം ഈ പാലക്കാട്ടേക്ക് എത്തിച്ചേരുകയും ഇവിടുത്തെ റോഡ് ഷോയിൽ ഇന്ന് പങ്കെടുക്കണമെന്ന് അവർ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഇന്നത്തെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ എങ്ങനെയൊക്കെയാണെന്ന് അറിയണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. അങ്ങനെ കേരളത്തിൻ്റെ മൊത്തം ഒരു തെരഞ്ഞെടുപ്പ് ആവേശം അത് പാലക്കാട്ടേക്ക് ചുരുങ്ങുന്ന ഒരു കാഴ്ച കൂടി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നിങ്ങളൊക്കെ ഇവിടെയുള്ള പ്രവർത്തനമാണോ? ആവേശമായതുകൊണ്ട് കൊട്ടിക്കലാശമായിട്ട് ബന്ധപ്പെട്ട് വന്നതാണ്. കാരണം തീർച്ചയായിട്ടും കാണേണ്ട ഒരു തെരഞ്ഞെടുപ്പ് തന്നെയാണല്ലോ. തീർച്ചയായിട്ടും യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് മത്സരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ആവേശത്തിന്റെ ഒരു മുൾമുനയിൽ തന്നെയാണ് എല്ലാവരും. ഇതാണ് പൊതുവെ സാഹചര്യം. ഞങ്ങൾ കരുനാപ്പള്ളിയിൽ നിന്ന് വന്നതാണ്. CR മഹേഷിന്റെ നാട്ടിൽ നിന്ന്. ഉറപ്പായിട്ടും നമ്മുടെ സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടൻ ജയിക്കും. അതിൽ ആവേശത്തിൽ തന്നെയാണ് എല്ലാവരും ഉള്ളത്. ഞങ്ങളെല്ലാവരുടെയും പ്രാർത്ഥനയും പ്രവർത്തനവും രാഹുലിന് വേണ്ടി ഉണ്ടാവും. ഞങ്ങൾ ഒരു വണ്ടി ബസ്സിനാണ് 50-ഓളം പേര് സ്ത്രീകളും പുരുഷന്മാർ രണ്ടും കൂടി ഉണ്ട്. ഞങ്ങൾക്ക് നല്ല വിശ്വാസമുണ്ട്. ഐക്യജനാധിപത്യങ്ങളുടെ സ്ഥാനാർത്ഥി രാഹുൽ മാങ്കടത്ത് നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കും. കാരണം 100% ഞങ്ങൾക്ക് വിശ്വാസമാണ്. കാരണം അത്ര വൃത്തികെട്ട ഭരണമാണ് ഇവിടെ UDFന്റെ LDFന്റെ ഭാഗത്ത്. എല്ലാവരും പറയുന്ന സ്കെയിൻ, അതായത് സംസ്ഥാന സർക്കാരിനെതിരായിട്ടുള്ള ഒരു വിധിയെഴുത്തായിരിക്കും ഈ തെരഞ്ഞെടുപ്പ്. അതുകൊണ്ട് തന്നെ വമ്പിച്ച ഭൂരിപക്ഷത്തിൽ, ഞാൻ നേരത്തെ ഇവിടെ വന്നപ്പോൾ പറഞ്ഞത് 22,000 എന്നൊക്കെയുള്ള കണക്കൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഒരുപക്ഷെ അതിന് മുകളിലേക്ക് എന്തായാലും ഭൂരിപക്ഷം ഉണ്ടാവും. അങ്ങനെയൊക്കെയാണ് പൊതുവിൽ പ്രവർത്തകരുടെ ഒരു ആത്മവിശ്വാസം. എന്തായാലും UDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിന് മുന്നിലാണ് ഇപ്പോൾ ഞാനുള്ളത്. വലിയ